ഹായ്, നമസ്തേ. ഞാൻ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ വലിയ തീരുമാനമൊന്നുമല്ല, രണ്ട് വാക്ക് എനിക്കും പറയണമെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു കേട്ടോ. എല്ലാവരും അരി വാങ്ങിക്കുകയല്ലേ, എല്ലാവരും അരി വാങ്ങിക്കുകയാണ്. അപ്പം എനിക്കെന്താ ആയിക്കൂടെ? സത്യം പറഞ്ഞാൽ അരി വാങ്ങിക്കലൊന്നും അല്ല കേട്ടോ ഉദ്ദേശം. എന്തോ രണ്ട് വാക്ക് എനിക്കും പറയണമെന്ന് തോന്നി. അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുസുതി എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് രേണുസുതി. സുധിച്ചേട്ടൻ മരിക്കുന്നു, ആക്സിഡൻറ്റ് പറ്റുന്നു, എല്ലാം അതൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനുൾപ്പെടെയുള്ള എല്ലാവരും, അത് നാട്ടിൻ പുറത്തുള്ളവരായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ, എല്ലാവരും തന്നെ അയ്യോ നല്ലൊരു കലാകാരനായിരുന്നു, മരിച്ചുപോയി, അയാൾക്കൊരു കുടുംബമുണ്ട്, കുട്ടിയുണ്ട്, ഒന്നല്ല രണ്ട് കുട്ടികൾ, അത് എന്താ എങ്ങനെയാണ്, സ്വാഭാവികം എല്ലാവരും ചിന്തിക്കും അല്ലേ. അപ്പോൾ തന്നെ ഫ്ലവേഴ്സിൽ നിന്നൊക്കെ ഉള്ള ഓരോ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു. കിച്ചുവിനെ പഠിപ്പിക്കുന്നു, രേണുസുതിക്ക് ജോലി കൊടുക്കുന്നു, അതാണ് ഇതാണ്, ചക്ക മാങ്ങ തേങ്ങ അവിയൽ എക്സെട്ര. പുള്ളിക്കാരി എന്താ പറയുക, സുധിച്ചേട്ട പെർഫ്യൂം ഉണ്ടാക്കുന്നു, അങ്ങനെ പല ഇത്. അത് കഴിഞ്ഞൊരു ദിവസം അടുത്തൊരു വാർത്ത, പുള്ളിക്കാരി ഫ്ലവേഴ്സിൻ്റെ ജോലി നിരസിച്ചു എന്നുള്ളതായിരുന്നു. അതിൽ പുള്ളി നിരസിച്ചതാണോ പുള്ളിക്കാരി ഇനി എന്ത് കുന്തും ആയിക്കോട്ടെ, നമ്മളെ ബോധമടിയുന്നൊരു കാര്യമല്ല. കാരണം വെച്ചാൽ നമുക്കാർക്കും ഈ പറയുന്ന പോലെ ആരുടെ ഉത്തരവാദിത്തങ്ങളൊന്നും ആർക്കും ഏറ്റെടുക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഫൈനലി പുള്ളിക്കാരി ആക്റ്റീവ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നു. അപ്പം പിന്നെ ഒരുപാട് വിമർശനങ്ങൾ. ആദ്യമൊക്കെ പുള്ളിക്കാരി രണ്ട് കൈ നീട്ടി ആൾക്കാർ സ്വീകരിച്ചു കേട്ടോ, എന്ത് കുന്തമായിക്കോട്ടെ. പുള്ളിക്കാരിക്ക് ആക്ടിങ് അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ല, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇറങ്ങി എന്നുള്ള ഒരു വിധവ സ്ത്രീ അല്ലെങ്കിൽ ഒരു പാവം പെൺകുട്ടി എന്നുള്ള ഒരു കൺസിഡറേഷനിലൂടെയാണ് എല്ലാവരും ഏറ്റെടുത്തത്. അതിനിടയ്ക്ക് ഒരു പള്ളിയിലച്ഛൻ വരുന്നു, സ്ഥലം വെറുതെ കൊടുക്കുന്നു, അവിടെ വീട് വെച്ച് കൊടുക്കാൻ ആൾക്കാരാവുന്നു. അങ്ങനെ ഒരാൾക്ക് വേണ്ട ഹെൽപ്പ് അല്ലേ, ഒരാൾക്ക് ഒരു സമൂഹത്തിൽ ആണായാലും പെണ്ണായിക്കോട്ടെ കുഞ്ഞായിക്കോട്ടെ വലുതായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ചവിട്ടി നിൽക്കാൻ, തൻ്റേതെന്ന് പറയാൻ ഒരു പിടി മണ്ണ്, അതേപോലെ തല ചായ്ക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം കേട്ടോ, ഞാനെന്നല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും അതറിയുന്ന കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട്. പിന്നീട് വരുന്നതാണ് വെള്ളം, ആഹാരം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. വെള്ളം ആഹാരമൊക്കെ വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞാൽ, ഇത് വേണ്ട അങ്ങനെയല്ല. ഒരാൾക്ക് നിൽക്കാൻ അത്യാവശ്യം വേണ്ട ഒരു കാര്യങ്ങളാണ് ഈ വീടും സ്ഥലവും എന്നുള്ളത്. അത് ആർക്ക് കിട്ടി? രേണുവിന് കിട്ടി. രേണുവിൻ്റെ പേരിലും അല്ല കിട്ടിയ, രേണുവിൻ്റെ രണ്ട് മക്കളുടെ പേരിലാണ്. അതിലും വി ആർ ഹാപ്പി അല്ലേ, എല്ലാവരും ഹാപ്പിയാണ്. രേണുവിന് കൊടുത്തു, മക്കളെ തഴഞ്ഞു, അങ്ങനെ ഒന്നുമില്ല. രണ്ട് പേർക്കും പേരിൽ തുല്യമായ രീതിയിൽ കിട്ടി. ജീവിച്ചിരിക്കുമ്പോൾ ശ്രുതിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർക്ക് നാട്ടുകാർ ചെയ്തു കൊടുത്തു. അപ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മുടെ രേണുസുതി കടന്നു പോകുന്നത്. ആ സ്റ്റെപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരി നെഗറ്റീവ് കോൺട്രവേഴ്സി കൊണ്ടുവരിക, നെഗറ്റീവിലൂടെ പെട്ടെന്ന് തന്നെ റീച്ചാവുക. അത് ഞാനൊരു കാര്യം പറയട്ടെ, രേണുസുതിയുടെ തലമുണ്ടയിൽ വിധിച്ച ഒരു ഐഡിയ ആയിരുന്നില്ല നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. പുള്ളിക്കാരി ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് പുള്ളിക്കാരി നല്ലതുപോലെ ബ്രെയിൻ വാഷ് ചെയ്യുകയും നല്ലതുപോലെ പുറകിൽ പുഷപ്പ് ആൾക്കാരുണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ ഇങ്ങനെ എല്ലാം കാണുന്നതും കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് മനസ്സിലായൊരു കാര്യം, പോസിറ്റീവിലൂടെ ഒരാൾക്ക് ഒരുപാട് കാലമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പം നെഗറ്റീവ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് ഓപ്ഷൻസ് അവർ ചൂസ് ചെയ്ത് ഒരു പതിയെ എന്താ പറയുക, നെഗറ്റീവിൻ്റെ ഒരു ലെവലിലേക്ക് തള്ളിപ്പോവാണ് എല്ലാവരും തന്നെ. ആരാണ് പ്രതികരിക്കാത്തവർ? ആരുമില്ല. പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, ഏത് യൂട്യൂബേഴ്സ് എടുത്ത റിയാക്ഷൻ വീഡിയോസ് എന്നും പറഞ്ഞിട്ട് ഒരു കൊട്ട ആൾക്കാർ അതുലുണ്ട്, വിവുണ്ട്, പിന്നെ അനന്തുണ്ട്, പിന്നെ നാടാരോ എനിക്കറിഞ്ഞുകൂടെ കണ്ടിക്ക്, പിന്നെ കുറേ റിയാക്ഷൻ വീഡിയോസിൽ ലേഡീസും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും തന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. റിയാക്റ്റിലൂടെ
രേണുസുതിക്ക് മനസ്സിലായി ഓക്കേ ഞാൻ പോപ്പുലർ ആവുന്നുണ്ട്, എന്നെ എല്ലാവരും അറിയാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു നെഗറ്റിവിറ്റി പുള്ളിക്കാരി ശരിക്കും മുതലെടുത്ത് പുള്ളിക്കാരിക്ക് ഇല്ലായ്മയിൽ നിന്നും പുള്ളിക്കാരിക്ക് എല്ലാം ഉണ്ടായി. ഈ ഇനോഗ്രേഷൻസ് ഉണ്ടായി അല്ലേ, ഉദ്ഘാടനങ്ങളുണ്ടായി, അത് ഇത് അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു. പുള്ളിക്കാരി തൻ്റെ ഒരു ആൾക്കാരിലേക്ക് എൻ്റെ പേരെത്തുക, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത്, അല്ലെങ്കിൽ ആ ഒരു സംസാരം കുറഞ്ഞു എന്ന് കാണുമ്പോൾ പുള്ളിക്കാരിനെ കയ്യിൽ നിന്ന് പടപെടാൻ എടുത്തിടും. അതിൻ്റെയൊക്കെ ഒരുപാട് അവളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ സഹായിക്കുന്നുണ്ട് കേട്ടോ, സത്യമായിട്ടും പറയാം. അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ അതിനൊത്തിരി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് രേണുസുതിക്ക് ഇത്രയും നെഗറ്റീവ്. രേണുസുതി തലയിലേക്ക് ഇങ്ങനെയൊക്കെ ആലോചനകൾ വരുമോ? ആലോചിച്ച് നോക്കുന്നേ. അത്രയ്ക്ക് ഇങ്ങോട്ട് ഇത്ര റീച്ച് ആവാൻ, ഇത്ര ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് രേണുവിനുണ്ടായിരുന്നെങ്കിൽ സുധി ജീവിച്ചിരുന്നപ്പോഴേ ആയിക്കൂടായിരുന്നു. സുധിയെ വെച്ചുകൊണ്ടാകാമായിരുന്നല്ലോ. സുധിയെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാതെ വാടക വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് പുള്ളിക്കാരിയും മക്കളും കഴിഞ്ഞ സമയം അതല്ലായിരുന്നു ബസ് സമയം. സുധിയെ നിർത്തിക്കൊണ്ടായിക്കൂടായിരുന്നു. സുധിയെ നിർത്തിക്കൊണ്ടായി ചെയ്തില്ലല്ലോ. അപ്പം മാന്യമായൊരു ജീവിതം, കഷ്ടപ്പാടിലൂടെ ബുദ്ധിമുട്ടിലൂടെ ആയാലും ശരി, മാന്യമായൊരു ജീവിതം, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ മുന്നോട്ട് പോയി. ഇപ്പം എന്തുവാകാം, തനിക്ക് ലൈഫിൽ എന്താണ് അത്യാവശ്യം എന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയാം. സുധി പോയതോടുകൂടി പുള്ളിക്കാരിക്ക് അറിയാം പൈസ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. കാരണം അതുണ്ടെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അത് കാട്ടൊരു കാര്യമാണ്. പക്ഷെ അതിനുവേണ്ടി പുള്ളിക്കാരി ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ചുറ്റുമുള്ള ആൾക്കാർ പുള്ളിക്കാരിക്ക് വെട്ടിക്കൊടുത്ത വഴി അത് വളരെ മോശമുള്ള രീതിയായിരുന്നു കേട്ടോ. ഉള്ള കാര്യമാണ്, പുള്ളിക്കാരി വീണു, ചതുപ്പി വീണു. സത്യം പറയാം, ചതുപ്പി വീണു. ഇനി അവിടെ നിന്ന് കയറുക എന്ന് പറഞ്ഞാൽ, കാരണം 10-28 പൈസ കണ്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം പുള്ളിക്കാരിക്ക് വലിയ ബോധമൊന്നുമില്ല. ഇപ്പം കിട്ടുന്ന ഒരു എന്താ പറയുക, അല്ല പുള്ളിക്കാരി ചിന്തിച്ച് ചെയ്യുന്നതാണ്. ഇപ്പം കിട്ടുന്ന ഒരു റീച്ച്, അല്ലെങ്കിൽ ഇപ്പം കിട്ടുന്ന ഒരിത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല, കിട്ടാൻ ഒരു വഴിയില്ല. കാരണം അനിയൻ്റെ പ്രായമാവേണ്ട ഒരാളാണ് ഇപ്പം മോനായിട്ട് നിൽക്കുന്നത് അല്ലേ. കിച്ചുവിന് രേണുസുതി നമുക്ക് എന്ത് പ്രായത്തിന്, എത്ര പ്രായത്തിന് വ്യത്യാസം കാണും എന്നാലോചിച്ച് നോക്കാം. വലിയ പ്രായം എന്നൊക്കെ പറയുമ്പോൾ ചാൻസ് കുറവാണേ. എന്നാലും അമ്മയും മകനും മകളുമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കാലം അല്ലേ. അപ്പോൾ പുള്ളിക്കാരി വിചാരിക്കുന്നത് തൻ്റെ സമയം അതുവരെ താൻ ഉണ്ടാക്കാം. പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. രേണുസുതിയെ വെച്ചിട്ട് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കാം, അതിലൊക്കെ എന്തിനാണോ തച്ചിന്നിരുന്ന് രേണുസുതിയുടെ കണ്ടൻറ്റ് ചെയ്യുന്നത്? ഒരു ദിവസം എത്ര കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി ഒരു റീസണായിട്ട് വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ഉണ്ട്. പുള്ളിക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ അല്ലത്, സത്യമായിട്ടും അത് ചെയ്തതല്ല. പക്ഷേ പുള്ളിക്കാരിയുടെ ചാനൽ റീച്ച് ആവുന്നില്ല, ഇവൻ എൻ്റെ പോലും റീച്ച് ആവുന്നില്ല കേട്ടോ. അപ്പം ആ ഒരു കാരണത്തിൽ പുള്ളിക്കാരി ഒന്ന് തുടങ്ങി വെച്ചതാണ്. മറ്റുള്ള വീഡിയോസിന് കിട്ടുന്ന ഡബിൾ ഇരട്ടി വ്യൂസും റീച്ചുമാണ് പുള്ളിക്കാരി കിട്ടി. പുള്ളിക്കാരി എങ്കിൽ പിന്നെ ഇതന്നെ മാർഗം. പുള്ളിക്കാരി ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് സുഖമായിട്ട് പുള്ളി തന്നെ കഴിഞ്ഞിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിസർച്ച്, 1-1/4 മണിക്കൂർ റിസർച്ചൊക്കെ ചെയ്ത് എല്ലാം കൃത്യമായിട്ട് പഠിച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വീഡിയോ ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. 1 ഡേക്കുള്ളിൽ പുള്ളിക്കാരിക്ക് എങ്ങനെ പോയാലും 12-13K മിനിമം വ്യൂസ് കിട്ടുന്നു, ലൈക്ക് കിട്ടുന്നു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു? കമൻസ്, ലൈക്സ്, എന്തൊക്കെയാണ് ഹൈപ്പ് ഉൾപ്പെടെ എല്ലാം കിട്ടും. ഇവിടെ റീച്ച് ആവാത്ത പുള്ളിക്കാരിയുടെ ചാനൽ റീച്ചായി തുടങ്ങിയോ? ആൾക്കാരിലെത്തി തുടങ്ങിയോ? തുടങ്ങി. അപ്പോൾ ചോദിക്കും നിൻ്റെ ഉദ്ദേശം അതില്ലേ? അത് തന്നെ. എന്തേ എനിക്ക് കിട്ടിയ പുളിക്കുമോ? എനിക്കും പുളിക്കില്ലെന്നേ. എനിക്കും എല്ലാവരെയൊക്കെ പോലെ തന്നെ കിട്ടിയാൽ അത്ര തന്നെ. പക്ഷേ ഇതൊക്കെ ഇരിക്കട്ടെ. രേണു, എൻ്റെ ഈ ഒരു വീഡിയോസ് നിന്നിലെത്തുകയാണെങ്കിൽ എനിക്ക് നിന്നോട് ഇതേ പറയാനുള്ളൂ, എല്ലാവരും നിന്നെ വെച്ച് മുതലെടുക്കുക. അത് നീ ഓർത്താൽ നിനക്ക് കൊള്ളാം, നീ മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. സബ്സ്ക്രിപ്ഷനൊക്കെ നല്ലതാണേ, കുഴപ്പമൊന്നുമില്ല, ചെയ്തോ. പക്ഷെ അവിടെയും കാണിക്കേണ്ട മാന്യതകൾ കാണിച്ചുകൊണ്ട് തന്നെ
മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ. എന്നും പന്ത് ഒരാളുടെ കൂട്ടിലായിരിക്കില്ല. കളത്തിൽ ഇപ്പം വേണുവിന് മാത്രമല്ല തട്ടാൻ അറിയുന്നത്, ഉടയതമ്പുരാനും തട്ടാൻ അറിയാമെന്നേ. പുള്ളി ഒരു തട്ടങ്ങ് തന്നു കഴിഞ്ഞാൽ കോട്ടിൽ നിന്ന് പന്തൊരൊറ്റ പോക്കാം. അതെങ്ങോട്ടാ പോകുന്നേ, ആരുടെ അടുത്തോട്ടാ പോകുന്നതെന്ന് നിനക്കെന്നല്ല എനിക്കെന്നല്ല ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയം അയ്യോ അയ്യോ എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ജിഷയുടെ അമ്മയ്ക്ക് ഈയിടെ മരിച്ചത് അല്ലേ, 2-3 ദിവസമായിട്ടുള്ളൂ മരിച്ചിട്ട്. അപ്പോൾ അതാലോചിച്ചെങ്കിൽ ആ മകള് മരിച്ചു. ആ അമ്മയ്ക്ക് ലോകപരിചയമൊന്നും വലുതായിട്ടില്ലെന്നേ, വിദ്യാഭ്യാസവും ഇല്ല വിവരവും ഇല്ലെന്ന് പറയാം. പുള്ളിക്കാരിക്ക് അങ്ങനെ വലിയ ആൾക്കാരെ ഒന്നും അങ്ങനെ അറിയില്ല, മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ പുള്ളിക്കാരിയുടെ അവസ്ഥയും മറ്റു കാര്യങ്ങളെല്ലാം കണ്ട് നല്ലതുപോലൊരു ഏകദേശം ഒരു 40 ലക്ഷം രൂപ അടുത്തം കണ്ട പുള്ളിക്കാരിക്ക് കിട്ടി. അടുത്തുകൂടിയ ആൾക്കാരൊക്കെ പുള്ളിക്കാരി നല്ലതുപോലെ അങ്ങ് മുതലാക്കി. നല്ല പോലെ ജീവിക്കേണ്ട ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു അതല്ലേ. ചെറിയൊരു വീട്, ഇതെല്ലാം കൊണ്ട് FD ഇടുവായിരുന്നെങ്കിൽ കിട്ടുന്ന പലിശ കൊണ്ടായാലും പുള്ളിക്കാരി കഞ്ഞി കുടിച്ച് പോകാനുള്ള ഒപ്പൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. പക്ഷെ കൂടെ കൂടിയ ആൾക്കാരെ മനസ്സിലാക്കാൻ ആ പുള്ളിക്കാരിക്ക് പറ്റിയില്ല. മുതലാക്കി. ഈ പുള്ളിക്കാരിയെ കൊണ്ട് അവരും കുറേ മുതലായി, പുള്ളിക്കാരിയുടെ ഉള്ളതും കൊണ്ട് അവർ പോയി. അവസാനം മരിക്കുന്നതിനൊക്കെ മാസങ്ങൾക്കൊക്കെ മുമ്പേ ഒരു യൂട്യൂബർ ഇങ്ങനെ പോകുന്ന വഴിക്ക് എറണാകുളത്ത് പുള്ളിക്കാരി റോഡ് സൈഡിൽ നിന്ന് വാഹനങ്ങൾക്ക്, അതായത് സിഗ്നലിൻ്റെ അവിടെ നിന്ന് പുള്ളിക്കാരി, സിഗ്നലല്ല വാഹനം ഭയങ്കരമായിട്ട് ഇതായിട്ട്, അതായത് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് വാഹനങ്ങൾ ഓടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് കൈ കാണിച്ചു കാല് കാണിച്ചു ഒക്കെ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ ഒരു പരിപാടിയൊക്കെ പുള്ളിക്കാരി ഏറ്റെടുത്ത്. അതാണ് ഞാൻ ലാസ്റ്റ് കിടന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, പുള്ളിക്കാരുടെ വാർത്ത ഞാൻ കുറച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത്, ഉണ്ടായിരുന്നൊക്കെ ആൾക്കാർ കൊണ്ടുപോയി, വീടില്ല കൂടില്ല പൈസയില്ല അക്കൗണ്ട് ബാലൻസ് ഇല്ല, എന്തോ പുള്ളിക്കാരി വിൽപ്പനയ്ക്ക് ഇറങ്ങിയാണ്. അത് വിറ്റ് കിട്ടിയ കാശ് കൊണ്ടാണ് പുള്ളിക്കാരി അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. ഫൈനലി പുള്ളിക്കാരിയുടെ മരണം എങ്ങനെയായിരുന്നു ചിന്തിച്ചു നോക്കി. എങ്ങനെയായിരുന്നു? ആരെങ്കിലും ഒരാളുണ്ടായിരുന്നു ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ എടുക്കാനോ എന്തിനെങ്കിലും? പുള്ളിക്കാരിയുടെ അവസാന നിമിഷം പുള്ളിക്കാരി ദൂരം വേദനിച്ചിട്ടുണ്ടാവും. അപ്പം എല്ലാവരുടെയും ജീവിതം, ഇവൻ എൻ്റെ ലൈഫ് ആയിക്കോട്ടെ, ഞാൻ ചിന്തിച്ച് കണ്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രത്യാഘാതമാണ്. നമ്മുടെ ഒരു സ്റ്റേജുണ്ട്, നമ്മുടെ 2 കൈയും 2 കാലും എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ടല്ലോ, വീശി നടക്കാൻ പറ്റുമ്പോൾ ഒരു വേദനയില്ല, ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സമയം. അപ്പം നമ്മൾ ഭൂമിയിൽ കാല് ചവിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ താടിയിൽ പൊക്കുമ്പോഴത്തേന് അയ്യോ അമ്മച്ചേന്ന് വിളിച്ചു പോകുന്നൊരു സമയം നമ്മുടെ കർമ്മം പോലിരിക്കും. അന്ന് നമ്മുടെ കൂടെ ആരുണ്ട് ആരില്ല എന്നറിയുന്നത്. അപ്പം മോളെ, നീ ഭയങ്കര സെലിബ്രിറ്റിയൊക്കെയാണ് എന്ന് നീ വിശ്വസിപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം, അല്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയില്ലേ കുറച്ചൊക്കെ, നീ സെലിബ്രിറ്റി ഒന്നുമല്ല കേട്ടോ. സെലിബ്രിറ്റികൾക്ക് വേണ്ട യാതൊരുവിധ വിവരവും പോലും നിനക്കില്ല. കാരണം നീ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിനക്ക് മനസ്സിലാക്കാനോ അറിവില്ലായ്മയൊന്നും അല്ല, അത് വേണ്ട എന്ന് വെച്ചത് കൊണ്ടാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാൽ കുറേയൊക്കെ നല്ല നെഗറ്റീവൊക്കെ. നീ നിൻ്റെ വില നിൽക്കുന്ന ഒരു പേര് എപ്പോഴും ഇങ്ങനെ ഓടാൻ വേണ്ടി കളിക്കുന്ന കളിയാണെന്നുള്ളത് നന്നായിട്ട് അറിയാന്നേ. കാരണം അങ്ങനെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബാക്കിയുള്ളവർ. കാരണം അവർക്കും കഞ്ഞി പിടിച്ച് പോകണ്ടേ, അവർക്ക് വീഡിയോസ് ചെയ്യണ്ടേ. പക്ഷേ ലിമിറ്റ് വിടരുത്. ഇപ്പോഴത്തെ ഈ പോക്ക് അത് ലിമിറ്റ് വിട്ടു. സത്യം, ലിമിറ്റ് വിട്ടു. ഓർത്തണം, ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയോ ഒന്നും അല്ലെങ്കിൽ സാധാരണക്കാരിയ ഒരു പെണ്ണാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് എനിക്ക് 3 പെൺകുട്ടികളാണ്. ഞാൻ അവരെ നോക്കിയിരിക്കുന്നൊരു വീട്ടമ്മയാണ്. ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയെങ്കിൽ 100% താൻ പരിധി വിട്ടുള്ളൂ. താൻ പറയുന്ന ഓരോ വീഡിയോസ് സൈഡിൽ കാണിച്ചുകൊണ്ട് ആഹാ വെക്കാനല്ല ആക്ച്വലി ഞാൻ വന്നത്. താൻ പരിധി വിടുന്നു എന്ന് പറയാനായിട്ടാണ്.
തന്നെ സപ്പോർട്ട് ചെയ്യാനേ അല്ല. എനിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യവും ഇല്ല. കാരണം ബുദ്ധിയില്ലാത്ത പെണ്ണേ അല്ല ഞാൻ. അപ്പോൾ ആ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. താൻ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമേ ആകാവൂ. പരിധി വിടാൻ പാടില്ല. പക്ഷേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പരിധി വിടുകയാണ്. കാരണം ഈ പോക്ക് അത് പരസ്യമല്ലെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും തൻ്റെ മക്കൾ തൻ്റെ നേരെ വിരൽ ചൂണ്ടും. നിങ്ങൾ എന്തായിരുന്നു സ്ത്രീയെ എന്ന് തൻ്റെ മക്കൾ നിന്നോട് ചോദിക്കും. കാരണം ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ഞാനിനി എന്തെല്ലാം പറഞ്ഞാലും എടുത്തത് അവിടെ തന്നെ ഉണ്ട്. ഇതൊന്നും ഡിലീറ്റ് ആവില്ല. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ വാർദ്ധക്യ സമയങ്ങളിൽ താനിതൊക്കെ എടുത്ത് കാണുമ്പോൾ തനിക്ക് തന്നെ ലജ്ഞ തോന്നും. തൻ്റെ മക്കൾ, അതിപ്പം വളർന്നു വരുന്ന തൻ്റെ മകൻ കിച്ചൻ്റെ കാര്യം വിട്ടുതരാം. തൻ്റെ പൊടിമോനില്ല, അവനിപ്പോൾ ഇതൊന്നും അറിയില്ല. പക്ഷെ അവൻ അറിവും ബോധവും വെക്കുന്നൊരു കാലഘട്ടത്തിൽ താൻ എന്തായിരുന്നു എന്ന്. കാരണം അന്നത്തെ കാലത്തൊക്കെ യൂട്യൂബൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വീഡിയോസൊക്കെ അന്നൊക്കെ ഇങ്ങനെ കിട്ടും. ആരും ഡിലീറ്റ് ചെയ്യാൻ പോണില്ല ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന്. അപ്പോൾ തനിക്കെതിരെ ആവും എല്ല എന്ന് എനിക്ക് മനസ്സിലാവും. കാരണം ഈ വന്ന കാലത്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ നാവും ചിന്തയും അൺപ്രഡിക്റ്റബിളാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് കരുതി താൻ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അല്ലടോ, ഇത് ജസ്റ്റ് വാൺ ചെയ്യാണ്. ലൈഫാണ്. ഈ എന്താ പറയുക, പഠിക്കെ കൊണ്ടുവന്ന് കലകൊട്ടയ്ക്കാന്ന് പറയുന്ന പോലെ അവസാനം ജീവിതം കൊണ്ടുവന്ന് ഒട്ടച്ച് കളയരുത്. അപ്പം ബൈ ബൈ.